മാത്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ട്രയാങ്കിൾസ്, സ്ക്വയേഴ്സ്, അതായത് എല്ലാം കൂടിയിട്ടുള്ള ഒരു ചിത്രം തരികയും അതിൽ എത്ര ട്രയാങ്കിൾസ്, ത്രികോണങ്ങളുണ്ട് എന്നും എത്ര ചതുരങ്ങൾ, എത്ര സ്ക്വയർ, സമചതുരങ്ങൾ, എങ്ങനെ എളുപ്പത്തിൽ 2 സെക്കൻഡ്, വെറും 2 സെക്കൻഡ് കൊണ്ട് നിങ്ങൾക്ക് ആൻസർ കണ്ടുപിടിക്കാനുള്ള ട്രിക്കാണ് ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഓരോ ചോദ്യത്തിൻ്റെയും പ്രത്യേകത മനസ്സിലാക്കി ഈസി ആയിട്ട് അത് ഓർമ്മ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പൊതുപരീക്ഷകളിൽ, കോമ്പറ്റേറ്റീവ് എക്സാമിനേഷനിൽ, പ്രത്യേകിച്ച് NMMS പോലുള്ള പരീക്ഷയിൽ സമയം കളയാതെ ആൻസർ സ്കോർ ചെയ്യാൻ കഴിയും. അപ്പോൾ കൂടുതൽ സമയം കളയുന്നില്ല. ഈ ക്ലാസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മടി കാണിക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് കൂടി അറിയിക്കുകയാണ്. ഞാൻ സമയം കളയാതെ ക്ലാസ്സിലേക്ക് പോകും. 2 സെക്കൻഡിനുള്ളിൽ ഇതിൻ്റെ എല്ലാം ഓരോന്നിലും എത്ര ട്രയാങ്കിൾസ്, ത്രികോണങ്ങൾ ഉണ്ട് എന്ന് കണ്ടെത്താനുള്ള എളുപ്പ വഴി സൂചിപ്പിക്കുന്ന ഒരു വീഡിയോ ആണ് ഇപ്പോൾ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ഒരു കാര്യം ഓർമ്മിച്ച് കഴിഞ്ഞാൽ പരീക്ഷയ്ക്ക് വരുന്ന ചോദ്യങ്ങളിൽ ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അതിൽ ആദ്യം ഇവിടെ നോക്കുക. ഇവിടെ നിങ്ങൾക്ക് ഒരു സ്റ്റാർ കാണാം. ഈ സ്റ്റാറിൽ എത്ര ട്രയാങ്കിൾ ഉണ്ട് എന്നാണ്. സ്റ്റാറിൻ്റെ ഈ മുന നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. 1, 2, 3, 4, 5. അപ്പോൾ 5 ആയതുകൊണ്ട് 5 × 2 = 10 ട്രയാങ്കിൾസ് ആണ് ഇതിലുണ്ടാവുക. 5 അല്ലെങ്കിൽ 5 5 കൂട്ടിയാൽ മതി, ട്രയാങ്കിൾസ് ഉണ്ടാവും. അതായത് ഇവിടെ നിങ്ങൾ കാണുന്ന 5 എണ്ണം ഈ മൂലക്കുണ്ടാവും. പിന്നെ ഈ തരത്തിലുള്ള ട്രയാങ്കിൾ ഉണ്ടാവും. നോക്ക്, ഇതൊരു ട്രയാങ്കിൾ അല്ലേ, കണ്ടില്ലേ? ഇതേമാതിരിയുള്ള ഓരോ മൂലയിലും അകത്ത് ഇതേമാതിരിയുള്ള 5 എണ്ണം ഉണ്ടാവും. അപ്പോൾ ടോട്ടൽ എത്ര വരും? 10. അപ്പോൾ 5 മൂലക്ക് 5 × 2 നമുക്ക് 10 എന്ന് കിട്ടും. ഇനി ഈ തരത്തിലാണ് ട്രയാങ്കിൾ വരുന്നത് വിചാരിച്ചോ. 6 മൂലകളാണ് വരുന്നതെങ്കിൽ ഇതിലാകെ എത്ര ട്രയാങ്കിൾ ഉണ്ട് വെച്ച് കഴിഞ്ഞാൽ 6 + 2 = നമുക്ക് 8 കിട്ടും. ഈ 6 മൂലകളുടെ കൂടാതെ ഈ തരത്തിലുള്ള ഒരു ട്രയാങ്കിളും ഇതും ഒന്നും 6 × 2 8. അപ്പോൾ 2 തരത്തിലാണ് സ്റ്റാർ നക്ഷത്രത്തെ രൂപത്തിൽ ചിത്രം വരിക. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് കിട്ടി. ഇനി ഈ തരത്തിൽ ഒരു ട്രയാങ്കിൾ വന്നിട്ട് എത്ര ട്രയാങ്കിൾ, ഈ അടുത്തൊരു വര വരച്ചിട്ട് എത്ര ഉണ്ട് ചോദിച്ചാൽ വളരെ കൂളായിട്ട് പറയാൻ പറ്റും. ഇവിടെ ചെറുതായിട്ട് 1, ഈ വലുത് 1. അപ്പോൾ ടോട്ടൽ നമുക്ക് കിട്ടുന്നത് 2 ട്രയാങ്കിൾ. ഇവിടെ ഒരു വര വരുമ്പോൾ 2 ഇങ്ങനെയാണ് ലൈൻ വരുന്നത് എങ്കിൽ ഓക്കെ. ഇപ്പോൾ ഇവിടെ എത്ര ട്രയാങ്കിൾ ഉണ്ട് ചോദിച്ചാൽ ഇവിടെ 1, 2, 3, 4, ടോട്ടൽ 4 ട്രയാങ്കിൾ, 4 ത്രികോണങ്ങൾ ഇവിടെ ഉണ്ടാവും. ഇവിടെ 2 ട്രയാങ്കിൾസ്. ഓക്കെ. അപ്പോൾ ഈ വര വരുമ്പോൾ മനസ്സിലായല്ലോ ടോട്ടൽ എത്ര വരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ തന്നെ എണ്ണം എടുത്താൽ മതി. ഇനി ഇങ്ങനെ വരുന്ന ലൈനിന് പകരം ഈ തരത്തിലാണ് വരുന്നതെങ്കിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നോക്കുക, ഇങ്ങനെയാണ് കുത്തനെയാണ് വര വരുന്നത് എങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഇതിൽ 1 ഇടുക, ഇവിടെ 2 ഇടുക. 2 കഷ്ണാക്കിയല്ലോ. ഈ 1ഉം 2ഉം നമ്മൾ കൂട്ടിയാൽ മതി. 1ഉം 2ഉം കൂട്ടിയാൽ എത്ര? 3. അപ്പോൾ നിങ്ങൾക്ക് കിട്ടും 3 ട്രയാങ്കിൾസ്. ഇതിനെ ട്രയാങ്കിൾ ത്രികോണം എന്നാണ് പറയുക കേട്ടോ. 3 ത്രികോണങ്ങൾ കിട്ടി. ഐഡിയ മനസ്സിലായല്ലോ. ഇങ്ങനെയാണ് വരുന്നതെങ്കിൽ അതിൻ്റെ എണ്ണം അതിൻ്റെ ഉള്ളിലത്തെ മാത്രം എണ്ണി എടുത്താൽ മതി. ഇങ്ങനെയാണ് എങ്കിൽ 1 2 എന്ന് എഴുതിയിട്ട് 2 കൂടെ കൂട്ടുക, ആഡ് ചെയ്യുക. അപ്പോൾ ഇവിടെയാണെങ്കിലോ നോക്ക്, ഇങ്ങനെ വരയ്ക്കുമ്പോൾ ഇവിടെ 1 ഉണ്ട്, ഇവിടെ 2 ഉണ്ട്, 3 ഉണ്ട്. ടോട്ടൽ ട്രയാങ്കിൾസ് വരിക 1 + 2 + 3 = 6. സിമ്പിളാണല്ലോ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മടി കാണിക്കരുത്. ഓക്കെ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും കൂടെ അഭ്യർത്ഥിക്കുകയാണ്. ഓക്കെ. ഈ സംഭവം സിമ്പിളായല്ലോ. ഇനി എത്ര വര വരച്ചാൽ അതിനുള്ളിൽ ഇങ്ങനെ എഴുതിയിട്ട് എല്ലാം കൂടെ ആഡ് ചെയ്താൽ മതി. ഇനി ഈ തരത്തിൽ നോക്ക്, ഇങ്ങനെ വരുമ്പോൾ എത്ര ട്രയാങ്കിൾസ് ഉണ്ട് എന്നാണ്. അപ്പോൾ ഈ പഠിച്ചതിൻ്റെ പാര്യത ഇവിടെ നിങ്ങൾ കാണുന്നുണ്ടല്ലോ. ഇവിടെ ഇങ്ങനെ ഒരു ട്രയാങ്കിൾ കണ്ടില്ലേ നിങ്ങൾ? ഓക്കെ. ഇവിടെ ഒരു ട്രയാങ്കിൾ ഉണ്ടല്ലോ. അപ്പോൾ ഇവിടെ എത്ര എണ്ണം വന്നു? 1 2 വന്നുകൊണ്ട് ഇവിടെ 3 എണ്ണം വന്നു. ഇവിടെ എത്ര എണ്ണം വന്നു? 1 2 വന്നുകൊണ്ട് ഇവിടെയും 3 എണ്ണം വരും. 1 2 വന്നുകൊണ്ട് ഇവിടെയും 3 എണ്ണം വരും. അപ്പോൾ നമുക്ക് എത്ര കിട്ടിയത്? 9 എണ്ണം നമുക്ക് അത് കിട്ടി. പിന്നെ നമുക്ക് കിട്ടുന്നത് കണ്ടോ, ഇങ്ങനെയുള്ളത് 1, ഇങ്ങനെയുള്ളത് 1. അത് എത്ര വരയുണ്ട്? ഇങ്ങനെ കുത്തനെ വരയ്ക്കുന്ന വരകൾ 3 എണ്ണം ഉണ്ട്. അപ്പോൾ 1 വരയ്ക്കുമ്പോൾ തന്നെ അവിടെ അപ്പുറം ഇപ്പുറം 2 എണ്ണം വന്നു അല്ലേ? അപ്പോൾ ഈ വരക്കും 2 എണ്ണം വരും, ഈ വരക്കും അപ്പുറം ഇപ്പുറം 2 വലിയ ട്രയാങ്കിൾ വരും. അപ്പോൾ അത് 9 ആദ്യം കിട്ടി. പിന്നെ ഈ 2 എണ്ണം, ഈ കുത്തനെ വരക്കുന്ന വരകൾ വെച്ചിട്ട് നമുക്ക് എത്ര എണ്ണം കിട്ടി? ഈ കുത്തനെ വരയ്ക്കുന്ന വര മനസ്സിലായില്ല. ഇങ്ങനെ ഒരു വര വരയ്ക്കുമ്പോൾ ഇങ്ങനെയുള്ള 1 വരും. അതുപോലെ തന്നെ ഈ വരേനെ കൊണ്ട് ഇപ്പുറവും എന്ത് ചെയ്യും? ഒരു ട്രയാങ്കിൾ കിട്ടും. ഈ ഒരു വരേനെ കൊണ്ട് 2 എണ്ണം കിട്ടി. അപ്പോൾ ഈ വരേനെ കൊണ്ട് 2 എണ്ണം കിട്ടി. ഈ വരേനെ കൊണ്ട് 2 എണ്ണം. അപ്പോൾ എത്ര കിട്ടി? 6 എണ്ണം കിട്ടി. പിന്നെ എന്ത് വരും? ലാസ്റ്റിൽ 1 വരും. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 16 എന്ന് പറയുന്ന ആൻസർ കിട്ടും. ഇത് ഓർമ്മിച്ച് വെക്കാൻ പറ്റിയാൽ വളരെ എളുപ്പം. എങ്ങനെ ഒരു ട്രയാങ്കിൾ വെച്ച് ട്രയാങ്കിളിൻ്റെ 3 വെർട്ടെക്സിൽ നിന്നും ശീർഷത്തിൽ നിന്നും
വര വരച്ച് കഴിഞ്ഞാൽ ടോട്ടൽ വരുന്നത് 16 ട്രയാങ്കിൾസ്. ഓക്കെ, ഇനി അപ്പോൾ ഇവിടെ എത്ര വരും എന്ന് നോക്കിയാൽ ഇവിടെ വരുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. നോക്കിക്കോളൂ, ദാ ഇത് 1, ഇത് 2, ഇത് 3. ചെറിയ ട്രയാങ്കിൾ 3 കിട്ടി. കറക്റ്റ് അല്ലേ? 3 കിട്ടി. ഇനി കണ്ടോ, ഇനി ഇതാ ഈ ഒരു വര വരക്കുമ്പോൾ എത്ര കിട്ടും? 2 കിട്ടും. പ്ലസ് ഈ ഒരു വര വരക്കുമ്പോൾ എത്ര കിട്ടും? 2 കിട്ടി. പിന്നെ നമുക്ക് വലിയ ഒരു ട്രയാങ്കിളും കിട്ടി. അപ്പോൾ നമുക്ക് ടോട്ടൽ നമുക്ക് എത്ര കിട്ടും? നമുക്ക് 8 ട്രയാങ്കിൾസ് ആണ് ഇവിടെ കിട്ടുക. 8 ത്രികോണങ്ങൾ കിട്ടും. ഓക്കെ, ഐഡിയ മനസ്സിലായല്ലോ? അപ്പോൾ ഇവിടെ നോക്കുക, ഇവിടെ നമുക്ക് എത്ര എണ്ണം കിട്ടും നോക്കിയാൽ ഈ ഒരു ട്രയാങ്കിളിൻ്റെ ഉള്ളിൽ ഒരു ട്രയാങ്കിളാണ് അല്ലേ? ഈ മോഡല് ചോദ്യങ്ങൾ പലതവണ വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഒരു ട്രയാങ്കിളിൻ്റെ ഉള്ളിൽ ചെറിയൊരു ട്രയാങ്കിൾ വരുമ്പോൾ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. എത്ര എണ്ണം വരും? ആകെ 1, 4, 5 എണ്ണം വരും. 4, 1, 5. അത് നമുക്ക് എങ്ങനെ കിട്ടുക? ഇതിൻ്റെ അകത്ത് ഇപ്പം നിങ്ങൾ 4 എണ്ണം കാണുന്നുണ്ടാവും. 1, 2, 3, 4 എന്ന് കാണുന്നുണ്ടാവും. പിന്നെ വലിയ ട്രയാങ്കിളും. അപ്പോൾ എത്ര കിട്ടും? 4, 1, 5 ട്രയാങ്കിൾ കിട്ടും. ഇനി ഇങ്ങനെയാണ് എങ്കിലോ, അതായത് എത്ര എണ്ണം വരും? ഒന്നിൻ്റെ ഉള്ളിൽ വേറൊന്ന്, വേറൊന്നിൻ്റെ ഉള്ളിൽ വേറൊന്ന്. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോൾ എത്ര എണ്ണം വന്നു? 2 എണ്ണം വന്നു അല്ലേ? 2 എണ്ണം വന്നു. അപ്പോൾ ഇവിടെ എത്ര എണ്ണം വന്നു? ഒരു വലിയ ട്രയാങ്കിൾ, അതിനകത്ത് വേറൊരു ട്രയാങ്കിൾ, ഇവിടെ എത്ര ട്രയാങ്കിൾ? 3 ട്രയാങ്കിൾ വന്നു. അപ്പോൾ ഇതിന് ഒരു ഫോർമുലയുണ്ട്. ഈ മോഡലിനെല്ലാം കൂടി ഒരു ഫോർമുലയുണ്ട്. ആ ഫോർമുല 4n-3 എന്നുള്ളതാണ്. 4n-3. അപ്പോൾ ഇവിടെ എത്ര എണ്ണം വരും? 2 ട്രയാങ്കിളാണ്. വലിയ ട്രയാങ്കിൾ, ചെറിയ ട്രയാങ്കിൾ. അപ്പോൾ എന്നിന് എത്ര കൊടുക്കാം? 2 എന്ന് കൊടുക്കാം. അപ്പോൾ 4 × 2 - 3. 4 × 2 - 3. 4 × 8, 8 ന്ന് 3 പോയാൽ 5. കറക്റ്റ് അല്ലേ? 5 നേരത്തെ കിട്ടിയത്. കറക്റ്റ്. ഇവിടെ എത്ര എണ്ണം വരും? ഒന്നിൻ്റെ ഉള്ളിൽ വേറൊന്ന്, വേറൊന്നിനുള്ളിൽ വേറൊന്ന്. അപ്പോൾ 3 ട്രയാങ്കിളാണ് വരിക. അപ്പോൾ n എത്ര കൊടുക്കുക? 3. ഫോർമുല എന്താണ്? 4n-3. അപ്പോൾ 4 × 3 - 3. 4 3 12 ന്ന് 3 പോയാൽ നമുക്ക് എത്ര കിട്ടും? 9. 4 3 12 ആണ് വരിക. അപ്പോൾ 12 ന്ന് 12 - 3 നമുക്ക് ആൻസർ കിട്ടും, 9 കിട്ടും. അപ്പോൾ ഇങ്ങനെ വരുന്ന പ്രോബ്ലത്തിൽ ഈ ഫോർമുല ഓർമ്മിക്കാൻ പറഞ്ഞാൽ വളരെ എളുപ്പമായി. ഫോർമുലയിൽ n എങ്ങനെ എടുക്കേണ്ടതെന്നും കൂടെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, ഇനി ഈ ടൈപ്പാണ് വരുന്നത് വിചാരിച്ചാൽ എത്ര ത്രികോണങ്ങൾ ഉണ്ട് എന്നാണ് ചോദ്യമെങ്കിൽ ഇതൊരു റെക്റ്റാങ്കിൾ ആണ്, അല്ലെങ്കിൽ സ്ക്വയറോ റെക്റ്റാങ്കിളോ എന്തും വരാം. അതിൻ്റെ ഇങ്ങനെ ഓപ്പോസിറ്റ് ആയിട്ട് ഡയഗണൽസ് വരച്ചിട്ടുണ്ട്. എത്ര എണ്ണം ഉണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനാകെ നമ്പർ ചെയ്യുക. 1 2 3 4. അപ്പോൾ ചെറുത് എത്ര എണ്ണം വരില്ല? 4. ചെറുത് 4 എണ്ണം ആണെങ്കിൽ 4 × 2 ആയിരിക്കും അതിലത്തെ ട്രയാങ്കിൾ. അപ്പോൾ എത്ര ട്രയാങ്കിൾ? ഇവിടെ 8 ട്രയാങ്കിൾ ആണ് ഇവിടെ കിട്ടുക. നമ്പർ എഴുതി വെച്ചാൽ മതി. അപ്പോൾ ഇവിടെയാണെങ്കിൽ നോക്കിക്കോ, ഇവിടെ നമുക്ക് എണ്ണാം. 1 2 3 4 5 6 വരും. അപ്പോൾ എത്ര ആൻസർ വരും? 6 × 2. 2 × 2 എപ്പോഴും അങ്ങനെ കേട്ടോ. അപ്പോൾ ഈക്വൽ ടു എത്ര കിട്ടും? 12 ട്രയാങ്കിൾസ് കിട്ടും. അപ്പോൾ ഈസി ആണല്ലോ. ഓക്കെ, ഇനി ലാസ്റ്റ് ടൈപ്പിലേക്ക് പോവാണ്. ഇവിടെ നോക്കുക, ഇവിടെ എത്ര ട്രയാങ്കിൾസ് ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ചിത്രത്തിലാണ് നമുക്ക് ഈസി ആയിട്ട് പറയാൻ പറ്റും. ഇങ്ങനെ വരുന്ന സമയത്ത് എങ്ങനെ കൺഫ്യൂഷൻ ആവും? ഒരു കൺഫ്യൂഷനും വേണ്ട. നിങ്ങൾ നമ്പർ എഴുതി വെക്കുക. 1 2 3 4. അപ്പോൾ ഇതിനകത്ത് എത്ര വരും? 4 × 2 = 8. ഇതിനകത്ത് 1 2 3 4. അപ്പോൾ എത്ര എണ്ണം വരും? 4 × 2 8. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ 2 ട്രയാങ്കിളും കൂടെ കൂട്ടിമുട്ടുന്ന ജോയിൻ്റ് ഉണ്ട് അല്ലേ? ഈ റെക്റ്റാങ്കിളും ഈ ചതുരവും രണ്ടും കൂടെ ബന്ധിപ്പിച്ചത് ഇവിടെയല്ലേ? 2 സ്ഥലത്ത് ഇങ്ങനെ സ്ക്രൂ അടിച്ചിട്ടുണ്ടെന്ന് വിചാരിച്ചോ. ഒരു സ്ക്രൂ അടിച്ചിട്ട് വെപ്പിച്ചിട്ടുണ്ടെങ്കിൽ 2 എണ്ണല്ലേ വരില്ലേ? ഈ 2ഉം കൂടെ ഇതിൻ്റെ കൂടെ കൂട്ടിയാൽ മതി. ഈ 2ഉം കൂടെ കൂട്ടിയാൽ മതി. അപ്പോൾ എത്ര? 8 8 16 2 18 നമുക്ക് ഇതിൻ്റെ ആൻസർ കിട്ടും. 16 2 18 കിട്ടും. ഓക്കെ, ആ 2 ഏതാണെന്ന് മനസ്സിലായോ? ഇതാണ് ആ വലിയ ട്രയാങ്കിൾ. ഇതാണ് വേറൊരു ട്രയാങ്കിൾ. ഇതിനുള്ളിൽ 8 എണ്ണം ഉണ്ട്, ഇതിനുള്ളിൽ 8 എണ്ണം ഉണ്ട്. അത് കൂടാതെ കണ്ടില്ലേ? കണ്ട 1 കണ്ടില്ലേ? 2. അപ്പോൾ അതാണ് ഇത് വരിക. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ഇതൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ഓക്കെ, പ്രാക്ടീസ് ചെയ്തിട്ട് ഈസി ആയിട്ട് തന്നെ സെക്കൻഡുകൾ കൊണ്ട് ആൻസർ പറയാൻ പറ്റുന്ന തരത്തിലാണ് ഈ വീഡിയോ ചെയ്തിട്ടുള്ളത്. ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് പുതിയ ടോപ്പിക്കുമായി വീണ്ടും കാണാം. ബൈ.